അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ് ഫിഖ് പാദവാർഷിക പരീക്ഷ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, യോജിച്ചവ ചേർക്കുക. ബ്രാക്കറ്റിൽ ഉള്ള ആൻസറുകൾ ഇവിടെ എഴുതുക. ഫർള് എന്നും പറയപ്പെടും ഏതിന്? വാജിബിന്. സമയമായാൽ ഉടനെ നിസ്കരിക്കണം. ലഹരി ദ്രാവകങ്ങൾ സുർക്കയാൽ ശുദ്ധിയാകും. മൂക്കിൽ നിന്നുള്ള രക്തം കുറഞ്ഞതിന് ഇളവുണ്ട്. ഹൈള് ഉണ്ടാകുന്ന കുറഞ്ഞ പ്രായം 9 ചാന്ദ്രവർഷമാണ്. കൈ, കാല്, മുഖം എന്നിവ കയറ്റി കഴുകുക. ഇവിടെ ബ്രാക്കറ്റിൽ ഒന്ന് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്, തെറ്റിട്ടാണെന്ന് തോന്നുന്നു. 2. പൂരിപ്പിക്കുക. രാത്രി രക്തം നിന്നാൽ കുളിക്കും മുമ്പ് നോമ്പെടുക്കാം. ഒരു വസ്തുവിൽ നജസ് ഉണ്ടെന്ന് ഉറപ്പ് ഇല്ലെങ്കിൽ അത് ശുദ്ധിയുള്ളതായി പരിഗണിക്കണം. പരമാവധി ശ്രമിച്ചിട്ടും നിറം, മണം എന്നിവയിൽ ഒന്ന് നീങ്ങുന്നില്ലെങ്കിൽ വിരോധമില്ല. 3. ഓരോ ഉദാഹരണം വീതം എഴുതുക. ഹറാമിൽ നിന്ന് ഒരെണ്ണം എഴുതുക. കളവ് പറയൽ. മുത്തവസ്സിത്തിൽ നിന്ന് ഒരെണ്ണം എഴുതുക. മസീ. ഹലാലിൽ നിന്ന് ഒരെണ്ണം എഴുതുക. വില കൂടിയ ഭക്ഷണം കഴിക്കൽ. ഫർളുൽ കിഫായ മയ്യിത്ത് നിസ്കാരം. വുളൂഇന്റെ സുന്നത്തുകൾ. അതിൽ നിന്ന് 2 എണ്ണം എഴുതണം. കിബ്ലയിലേക്ക് തിരിയുക. വുളൂഇന്റെ സുന്നത്തിന് ഞാൻ വീട്ടുന്നു എന്ന് കരുതുക. ഹൈള്, നിഫാസ് എന്നിവ കൊണ്ട് ഹറാമാകുന്ന 2 കാര്യങ്ങൾ: നിസ്കാരം, നോമ്പ്. ഇളവുള്ള നജസുകൾക്ക് ഉദാഹരണം രക്തം, മുറിവ്. 3 വിധം നജസുകളിൽ 2 എണ്ണം. മുഖഫഫ്, മുഅല്ലല്. 5. ഉത്തരം എഴുതുക. 2 മുൻകൈ ഒന്നിച്ച് കഴുകുന്നതോടൊപ്പം ചൊല്ലേണ്ട സിക്ർ നമ്മൾ 6ാം പാഠത്തിൽ പഠിച്ചിരുന്നു. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അൽഹംദുലില്ലാഹില്ലദി ജഅലൽ മാഅ തഹൂറ എന്ന സിക്ർ ചൊല്ലുക. ഇസ്തിഹാളത്ത് എന്നാൽ എന്ത്? ഹൈള്, നിഫാസിന്റെ സമയമല്ലാതെ വരുന്ന രക്തമാണിത്. നിസ്കാരം സാധുവാകാൻ ശുദ്ധിയായിരിക്കേണ്ട 3 കാര്യങ്ങൾ: ശരീരം, വസ്ത്രം, സ്ഥലം എന്നിവ ശുദ്ധിയായിരിക്കണം. മുഖഫഫായ നജസ് ഉദാഹരണം: 2 വയസ്സ് പൂർത്തിയാകാത്ത, പാലല്ലാത്ത മറ്റൊന്നും ഭക്ഷിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രമാണ് മുഖഫഫായ നജസ്. പട്ടിക പൂർത്തിയാക്കാം. ഹൈള് കുറഞ്ഞത്, സാധാരണ കൂടിയാൽ. കുറഞ്ഞത് 1 ദിവസം, സാധാരണ 6-7, കൂടിയത് 15 ദിവസം. നിഫാസ് കുറഞ്ഞത് അല്പസമയം, സാധാരണ 40 ദിവസം, കൂടിയത് 60 ദിവസം. 7. വ്യക്തമാക്കാം. ഹൈള് എന്നാൽ എന്ത്? ഗർഭാശയത്തിന്റെ അങ്ങേയറ്റത്ത് നിന്ന് ചില പ്രത്യേക സമയങ്ങളിൽ
പുറപ്പെടുന്നതാണിത്. മുഅല്ലൽ എന്നാൽ എന്ത്? നായ, പന്നി എന്നിവയും ഇവയിൽ ഒന്ന് മറ്റൊരു ജീവിയോട് കൂടി ജനിച്ചവയും. സുന്നത്ത് എന്നാൽ എന്ത്? ചെയ്താൽ കൂലിയുള്ളത്, ഉപേക്ഷിച്ചാൽ ശിക്ഷ ഇല്ലാത്തത്. നിഫാസ് എന്നാൽ എന്ത്? അത് നമ്മൾ 5-ാമത്തെ പാഠത്തിൽ പഠിച്ചിരുന്നു. പ്രസവം കഴിഞ്ഞ് 15 ദിവസത്തിനുള്ളിൽ പുറപ്പെടുന്ന രക്തമാണിത്. 8-ാമത്തേത് ശരിയും തെറ്റും അടയാളപ്പെടുത്തുക. 1. മനുഷ്യന്റെ ശവം നജിസാണോ? തെറ്റ്. 2. കുല്ലത്ത് വെള്ളം ഏകദേശം 200 ലിറ്ററാണോ? അതെ, ശരി. മുബാഹ് എന്നത് സുന്നത്തിന്റെ മറ്റൊരു പേരാണോ? തെറ്റ്. ഇസ്തിഹാലത്ത് ഉള്ളപ്പോൾ നിസ്കരിക്കാം. ശരിയാണോ തെറ്റാണോ? ശരി. എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ. സംശയമുള്ള ക്വസ്റ്റ്യനുകൾ കമന്റിൽ അറിയിപ്പിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.